ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ ഒരു യാത്രാ വീഡിയോ ആണ്. നമ്മുടെ ഈ പുതിയ യാത്രാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രഭാതം നമ്മൾ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ യാത്ര ചെയ്യണമെന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അത്രയ്ക്കും മനോഹരമായിരുന്നു ഇന്നത്തെ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ. കുറച്ച് ദിവസങ്ങൾ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ മറ്റു പല തിരക്കുകളുമായിട്ട് നമ്മൾ യാത്ര ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം വീണ്ടും ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? ഇന്ന് നമ്മളൊരു കുറച്ച് വനവും കുറച്ച് മനോഹരമായ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എവിടെ പോകും, എവിടെ വരെ പോകും എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്കൊരു നിശ്ചിതമായിട്ടൊരു ഡെസ്റ്റിനേഷൻ പറയാൻ പറ്റാത്തൊരു യാത്രയാണിത്. എങ്കിലും മനസ്സിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവിടെ വരെ അവിടെ ആ സ്ഥലങ്ങളിലേക്കൊക്കെ ചെന്നെത്താൻ കഴിയുമോ എന്നുള്ള സംശയം കൊണ്ട് ഞാനതിപ്പോഴേ പറയുന്നില്ല. നമ്മൾ പോകെ നമുക്ക് ഈ യാത്ര എങ്ങോട്ടാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും മനോഹരമായ റോഡിൽ കൂടെയുള്ള അതിമനോഹരമായ റൈഡായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇതിലെ പണ്ടൊരു 3-4 വർഷം മുമ്പ് ഞാനിതിലെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്ന് റോഡൊന്നും ഇത്രയും മനോഹരമായിട്ടൊന്നും പണിത് തീർത്തിട്ടില്ല. ഇന്നിപ്പം റോഡിൻ്റെ ആ കിടപ്പ് തന്നെ ലാൻഡ്സ്കേപ്പ് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയിൽ നമുക്ക് പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ചൊരു റീഫ്രഷാണ് സത്യത്തിൽ ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ദിവസങ്ങളെ യാത്ര ഇരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്നേരം തന്നെ നമുക്ക് നമ്മുടെ ഒരു മൂഡ് വളരെ മോശമായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ യാത്രയുടെ നമുക്ക് റീഫ്രഷ്മെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും കാലാവസ്ഥയും അതായത് ആകാശത്തെയും മഴമേഘങ്ങളും മറ്റെല്ലാം കൂടെ കൂടിക്കുഴങ്ങി കിടക്കുന്നൊരു കാഴ്ചയാണ് ഇന്നത്തെ. വലിയൊരു അതിവിശാലമായ ഭൂപ്രകൃതിയൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്നുണ്ട്. പോകെ നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മളെന്തായാലും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുക്കൂട്ടുതറ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിലേക്കാണ്. അതായത് ശബരിമല ലേക്കുള്ള വഴിയും അതുപോലെ തന്നെ പരമ്പരാഗത അതായത് ഈ മുക്കൂട്ടുതറ അയ്യപ്പന്മാർ നടന്നു പോകുന്ന വഴിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മനോഹരമായൊരു മലയോര ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ആ മുക്കൂട്ടുതറയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ മുൻകൂട്ടി പറയാൻ കഴിയാത്തൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം 1-2 ഡെസ്റ്റിനേഷൻ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇനി അതല്ല നമ്മൾ ലക്ഷ്യമില്ലാതെ അങ്ങ് യാത്രയാണെങ്കിൽ ഒരു വനത്തിൽ കൂടെയുള്ള ഒരു റൈഡൊക്കെ ആയിരിക്കും ഇന്നത്തെ നമുക്ക് ലഭിക്കുക. ഇനി എന്തായാലും ക്യാമറയ്ക്ക് എത്രമാത്രം ചാർജ് ഉണ്ടെന്നൊന്നും അറിയില്ല. കാരണം ഒരു തയ്യാറെടുപ്പില്ലാതുള്ള യാത്രയായിരുന്നല്ലോ. പ്രഭാതത്തിലെ ആ കാഴ്ച കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. മനോഹരമായൊരു പ്രഭാതമാണ് സത്യത്തിൽ ഇന്നത്തെ യാത്രയ്ക്ക് നമുക്ക് ഒരു പ്രചോദനം നൽകിയത്. ക്യാമറ വർക്ക് ചെയ്യുന്നതിനും വരെ നമുക്ക് വീഡിയോ എടുക്കാം എന്ന് വിചാരിക്കാം. മുക്കൂട്ടുതറ ടൗണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണുക. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് പറയാം. എന്തായാലും മനോഹരമായ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ സത്യത്തിൽ കേസ് നമ്മുടെ ബെസ്റ്റ് ഒരു മൂമെൻറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്? നമ്മുടെ ലൈഫിലെ ബെസ്റ്റ് മൂമെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ പലർക്കും പലതായിരിക്കും. ചില ആൾക്കാർക്ക് യാത്രയായിരിക്കും, ചില ആൾക്കാർക്ക് സിനിമയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളായിരിക്കും ഓരോരുത്തരും അതിനുവേണ്ടി മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാത്രയാണ് ഏറ്റവും ബെസ്റ്റ് മൂമെൻറ്റ് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം എന്ന് പറയാം. പക്ഷേ ഇതെപ്പോഴോ എന്നിലേക്ക് കടന്നു വന്നൊരു സംഭവമാണ് യാത്ര എന്ന് പറയുന്നത്. പണ്ട് ബൈക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് യാത്രയൊക്കെ സ്വപ്നം കണ്ടിരിക്കാനേ പറ്റത്തുള്ളായിരിക്കില്ല. അപ്പോൾ ബൈക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ലോകം മുഴുവൻ യാത്ര ചെയ്യണം, അതിലേ പോകണം ഇതിലേ പോകണം എന്നൊക്കെ ചിന്തിച്ച് സ്വപ്നം കണ്ടാണ് ഇരുന്നത്. പക്ഷേ ബൈക്കൊക്കെ ഇട്ട് യാത്രാ സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു യാത്ര ചെയ്യണമെങ്കിൽ
ഒരാൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ തരണം ചെയ്താലാണ് ഒരു യാത്ര ചെയ്യാൻ കഴിയുക. ഇപ്പോൾ ഈ ചെറിയ യാത്രകളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം രാവിലെ ബൈക്ക് എടുത്ത് വൈകിട്ട് വീട്ടിൽ തിരിച്ച് ചെല്ലുന്ന ആ യാത്രയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലോങ് ട്രിപ്പൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പലതും കണ്ണടച്ചിരിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു ലോജിക്കില്ലായ്മ ഒരു പക്ഷേ പിന്നീട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടും ഉണ്ടാകും എന്നതുകൊണ്ടാണ് യാത്ര വലിയൊരു ചടങ്ങാണ് എന്ന് ഞാൻ പറയാൻ കാര്യം. യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ അനുകൂലമായെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല യാത്ര സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അനുഭവമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. പിന്നെ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്. റോഡ് നല്ല കയറ്റവും ഇറക്കവുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു റോഡാണിത്. യാത്ര മനോഹരമാണ്. ഇതിലുള്ള യാത്ര അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപക്ഷെ ഇതിലെ അധികം യാത്ര ആദ്യമായിട്ട് വരുന്നത് എന്നതുകൊണ്ട് തന്നെ വഴിക്കൊരു പുതുമ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടൊക്കെ സ്ഥിരമായിട്ടൊക്കെ യാത്ര ചെയ്യുന്നവർക്കൊന്നും വലിയ വിഷയമുള്ളൊരു പ്രശ്നമേ അല്ല എന്നെനിക്കറിയാം. ഇനി എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒക്കെ ഇത്രയും അടുത്തുള്ളൊരു സ്ഥലമായിട്ട് പോലും ഇത്രയും ലേറ്റായി ഇതിലെ വരാൻ എന്നതുകൊണ്ട് ഇതിൻ്റെ പകുതി വരെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഈ യാത്രയുടെ ഭംഗി നന്നായിട്ട് ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എവിടെ ചെല്ലുന്നത് നമുക്ക് നോക്കാം. ഒരുപക്ഷെ എടുക്കുന്ന ചില കർവുകൾ, ചില ട്രെയിനിങ്ങുകൾ നമുക്ക് നല്ലൊരു തീരുമാനത്തിലെത്തിച്ചേരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില സമയത്തെ ട്രെയിനിങ്ങുകൾ നമുക്കത് പിന്നീട് വലിയൊരു ഗുണമായി മാറും എന്നുള്ള യാതൊരു സംശയമില്ല. ചിലപ്പോൾ നമുക്ക് ഒരു പരാജയമായിരിക്കാം. കാരണം നമ്മൾ വേണ്ടത്ര രീതിയിൽ ആലോചിക്കാതെടുക്കുന്ന തീരുമാനമായിരിക്കാം ഒരു പക്ഷേ അത്. എന്തായാലും നമ്മളെടുക്കുന്ന തീരുമാനം നമ്മുടെ സ്വന്തമായതുകൊണ്ട് നമുക്കതിലാരെയും പഴി പറയാൻ പറ്റില്ല. നമുക്കാരോടും അതിന് കുറ്റം പറയാൻ പറ്റില്ല. പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ടേണിംഗ് പോയിൻ്റുകളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് സ്വരം തന്നപ്പോഴേ പാട്ട് നിർത്തുക എന്നുള്ളൊരു ലൈനാണ് ഞാൻ എപ്പോഴും എവിടെയും സ്വീകരിച്ച് പോന്നിട്ടുള്ളത്. പേഴ്സണൽ ലൈഫ് ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ള നമുക്ക് കിട്ടുന്ന മറ്റ് ബോണസുകൾ എന്ന രീതിയിൽ കിട്ടുന്ന പല കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അതൊക്കെ നമ്മൾ ഒരു ടൈം ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ അവിടെ കിടന്ന് നമ്മൾ അഴുകി എൻ്റെ ഭാഷ കേട്ടോ. അപ്പോൾ അഴുകി പുഴുക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടുന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോരാനുള്ള ഒരു ആർജവം എല്ലാവരും ലൈഫിലെടുക്കുക. എടുത്താൽ തീർച്ചയായും പിന്നീട് നമുക്കത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ വളരെ സന്തോഷം ഉണ്ടാക്കും. പിന്നീടുള്ള കാലത്ത് ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എനിക്ക് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത്. ഒരു തെറ്റായ തീരുമാനം എന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഞാൻ മുൻപ് നിന്നിരുന്ന പല കാര്യങ്ങളിൽ നിന്നും തക്ക സമയത്ത് ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നത്. അപ്പം നിലവിൽ ഞാനിപ്പോഴും അങ്ങനൊരു തീരുമാനത്തിലാണ് ഒരു സംഗതിയായിട്ട് ബന്ധപ്പെട്ട്. ആ സംഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കൊണ്ടു നടന്നു. നമ്മുടെ യാത്രയ്ക്കൊക്കെ ഒരുപാട് തടസ്സം നേരിട്ട ഒരു സംഗതി ആയിട്ട് പോലും നമ്മളതിങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പം ഞാൻ അതിനൊരു ഫുൾ സ്റ്റോപ്പ് എന്ന രീതിയിലൊരു ബ്രേക്ക് എടുത്തു എന്നത് വലിയൊരു ആശ്വാസമായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നിലവിൽ കുറേ കാലം കഴിയുമ്പോൾ ഒരുപക്ഷെ എന്തായിരിക്കും അതിൻ്റെ ഭവിഷ്യത്ത് ഉണ്ടാവുക, എന്തായിരിക്കും അതിൻ്റെ ഒരു അന്നുണ്ടാകുന്ന ചിന്തകൾ എന്നൊന്നും എനിക്കിപ്പം പറയാൻ കഴിയില്ല. എന്തായാലും നിലവിലിപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറക്കാനൊരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് യാത്ര എന്ന് പറയുന്നത്. അതിന് മറവിക്ക് ഒരു ഉത്തമ ഔഷധമാണ് നമ്മുടെ യാത്ര. നമ്മളെ തന്നെ മറന്ന് നമ്മുടെ പ്രകൃതി ലയിച്ച് നമ്മൾ യാത്ര ചെയ്യുന്നത് ഒരു വലിയ സംഭവമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ മനസ്സിന് പോസിറ്റീവ് നൽകുന്ന ഒരു ഔഷധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം യാത്ര. എനിക്കെൻ്റെ വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം അറിയിക്കുന്നത് ഞാൻ പ്രകൃതിയോടാണ്. ആ പ്രകൃതി ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാതെ എത്രയോ നേരം ഇങ്ങനെ ക്യാമറയോട് സംസാരിച്ച് പോകുന്നുണ്ടെന്നറിയോ.
അതെന്നിൽ എൻ്റെ ഉള്ളിൽ നിങ്ങളാരും അറിയാത്ത ചില കാര്യങ്ങൾ, നിങ്ങളോടൊന്നും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിയുമ്പോഴത്തേനും ഞാൻ റീഫ്രഷ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ തീരുക. ഭാവി എനിക്കറിയില്ല എന്താണെന്ന്. എന്തായാലും ലൈഫ് എന്നുള്ളത് നമ്മുടെ സ്വന്തമാണ്. നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിനെ വളച്ചൊടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതിന് വേറൊരാൾ വിലങ്ങുതടിയാവാനോ വേറൊരു സംഗതി അതിന് വിലങ്ങുതടിയാവാനോ നമ്മൾ അനുവദിക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന എവിടെ നിന്നറിയും? ഇപ്പം നമ്മൾ പമ്പാവാലി എന്ന് പറയുന്ന സ്ഥലത്ത് കണമലയിലാണ് വന്നിരിക്കുന്നത്. ഈ കണമല എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ശബരിമലയിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗമാണ് ഈ കണമല പമ്പാവാലി ബ്രിഡ്ജാണിവിടെ. ഇവിടെ നമുക്ക് ഇറങ്ങുന്നതാണ്ട് ഈ താഴെ കാണുന്ന പമ്പയ്ക്കകത്ത് ഒരുപാട് അയ്യപ്പന്മാർ ഇന്ന് കുളിക്കുന്നൊക്കെയുണ്ട്. അപ്പം അതിനിടയിലേക്ക് നമ്മൾ പോയി അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നമുക്ക് ആരും ഇല്ലാത്തൊരു ദിവസം വന്നിട്ട് ഇതൊക്കെ വിശദമായിട്ട് എടുക്കാം എന്ന് വിചാരിക്കുന്നു. ഇത് പമ്പവാലിയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ളൊരു വഴിയാണിത്. ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടാണ് അയ്യപ്പന്മാരെല്ലാം ഈ വഴി ഇറങ്ങി താഴോട്ട് പോകുന്നത്. നിലവിൽ നമുക്കിതിലെ ബൈക്കിൽ പോകാൻ പറ്റും. പക്ഷേ ഇപ്പം റോഡിലെല്ലാം അയ്യപ്പന്മാർ വിരിവെച്ച് അവരവരുടെ വിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹാരം കഴിക്കുന്നതൊക്കെ ടൈം ആയതുകൊണ്ട്. അപ്പം നമുക്ക് അവരെ ഒരു ബുദ്ധിമുട്ടിലേക്ക് ആഴ്ത്തി ക്യാമറ കൊണ്ടൊക്കെ അവരുടെ ഇടയിലൂടെ നടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒരു തീരുമാനമാണ് എടുത്തത്. ഇപ്പം എന്നിട്ട് നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ ഈ സീസൺ അല്ലാത്ത ഒരു സമയത്ത് നമുക്ക് ഈ ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ തിരക്ക് വരുന്നത്. അപ്പോൾ അതല്ലാത്തൊരു ദിവസം നമുക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിലവിൽ നമ്മളിപ്പം മുന്നോട്ട് തന്നെ പോവുകയാണ്. മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ വഴി ഡയറക്റ്റ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചിരുന്ന ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഡീവിയേഷൻ എടുക്കേണ്ട സ്ഥലം കഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മളത് തൽക്കാലം ഡ്രോപ്പ് ചെയ്യാനാണ് മനസ്സിലായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോവുകയാണ്. നേരെ പോയാൽ ഈ വഴിയുടെ എൻഡ് നമുക്ക് പോകാൻ കഴിയുന്നത്രയും നമുക്ക് പോവുക. ഒരു 3-3:30 നമുക്ക് വീട്ടിൽ തിരിച്ചെത്തേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മൾ അതിന് പറ്റുന്ന ഒരു സമയം നമുക്ക് എങ്ങനെയായാലും തിരിച്ച് നമുക്ക് പോകണമെങ്കിൽ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം സമയം വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ടൈമിൽ നമ്മൾ അവിടുന്ന് വണ്ടി തിരിക്കുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നേരം യാത്ര ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ റിഫ്രഷ് ആവുന്നുണ്ട്. അതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമ്പം കുറച്ച് പേര് കണ്ടാലും ഒരുപാട് പേര് കണ്ടാലും നമുക്കൊരേ വികാരം തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന യാത്രയുടെ കാഴ്ചകൾ വീഡിയോ ആയിട്ട് നമ്മളെടുത്ത് യൂട്യൂബിലിടുമ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടത് അവരുടെ യാത്രയാക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അത് 1000-ങ്ങളിലേക്കും 10,000-ങ്ങളിലേക്കും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ളൊരു സന്തോഷം ഉണ്ടാകുക. അതിനൊരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും വഴി നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ഗമനം നടത്തിക്കൊണ്ടേയിരിക്കാം.
ഈ റൂട്ടിൽ ഒരുപാട് ചുരം റോഡുകളുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു വേറൊരു ചുരമാണ്. ഒരു മലയെ തുരന്നിട്ട് മലയുടെ മടക്കുകളിലൂടെയുള്ള റോഡിലൂടെയാണ് ഇപ്പം യാത്ര ചെയ്യുന്നത്. അപ്പം ഇത് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴും നമ്മുടെ മാപ്പ് കാണിക്കുന്നത് കുറേയേറെ നല്ല കിടിലൻ ചുരം റോഡ് വരുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ 2 ഓട്ടോച്ചാട്ടന്മാർ കണ്ടില്ലേ, മത്സരിച്ച് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളവാണ് ഈ റോഡിൽ. അത് നമുക്ക് ചാടി ഓവർടേക്ക് ചെയ്യുന്നത് അത്ര സേഫ് അല്ല എന്നതുകൊണ്ടാണ്. ഈ റോഡ് കയറിയിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഒരു ടൗണിൽ ഒരു ചെറിയൊരു അയ്യപ്പന്മാരുടെയൊക്കെ ഒരു വിശ്രമ കേന്ദ്രത്തിലേക്കാണ് എത്തുന്നത്. അവിടെ ഹോട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാം. എന്തായാലും നമ്മൾ ആഹാരം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുകയാണ്. നമുക്ക് ഒരു 2:30 എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ വല്ലതും കണ്ടാൽ ആഹാരം കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും ഇന്നത്തെ ഫുഡ് കഴിക്കുക. യാത്രയിൽ ഫുഡ് ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എങ്കിൽ പോലും അത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും. നമുക്കൊരു ചോറും അതുപോലുള്ള എന്തെങ്കിലും ഒരു സംഗതിയാണ് നമുക്ക് വേണ്ടിയത് ഉച്ച സമയത്ത്. അപ്പോൾ അത് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടിയാൽ മാത്രമേ നമ്മൾ അതിനെ മെനക്കെടുത്തുള്ളൂ. അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം അടുത്ത ദിവസം നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കും. ഇപ്പം നല്ല ഇറക്കമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതേ പറഞ്ഞില്ലേ, ഒരു നല്ല കയറ്റം കയറിയാൽ അടുത്തൊരു കിട്ടില്ലെന്നൊരു ഇറക്കമാണ് ഉണ്ടാവുക. അപ്പം അതിന് ശേഷം ഇനി എന്താണ് വരുന്നതെന്ന് നമുക്കിനി അങ്ങോട്ട് പോകുമ്പം അറിയാം. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ആ ചുരം റോഡ് ഇതുവരെ വനത്തിനകത്തെ ആ യാത്ര ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇത് നമ്മൾ ഇനിയും കൊടും വനത്തിലേക്ക് കയറുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ആ കൊടും വനം കയറിയാൽ പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ യാത്രയും വനത്തിലൂടെ തന്നെ ആയിരിക്കും. അത് ആനയും അതുപോലുള്ള വന്യമൃഗങ്ങളെല്ലാം ഉള്ള കൊടും വനത്തിലൂടെ തന്നെയായിരിക്കും നമ്മുടെ യാത്ര. ഇന്നിപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഒരുപാട് വാഹനങ്ങൾ, അയ്യപ്പ വാഹനങ്ങൾ ഈ വഴി ഇങ്ങനെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇന്ന് ഒരു മൃഗങ്ങളെയും നമുക്ക് യഥാർത്ഥത്തിൽ പേടിക്കേണ്ടതായിട്ടില്ല. അഥവാ ഏതെങ്കിലും ഒരു മൃഗം, ഒരു ആനയോ എല്ലാം റോഡിലുണ്ടെങ്കിൽ പോലും വാഹനങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് നമുക്കത്ര വലിയ ഭയം ഉണ്ടാവില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം കാഴ്ചകൾ, ആകാശത്തിൻ്റെ കാഴ്ചകൾ, റോഡിൻ്റെ കാഴ്ചകൾ, വ്യൂ പോയിൻ്റ് കാഴ്ചകളൊക്കെ നമ്മളെ കടന്നു പോകുന്നുണ്ട്. ആകാശം വിവിധ വർണ്ണങ്ങൾ കാണിച്ച് നമ്മളെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർമ്മേഘങ്ങളാണ് എങ്ങും മൂടി നിൽക്കുന്നത്. ഇടയ്ക്ക് ചെറിയ നീല കളറും വെള്ള മേഘങ്ങളുമൊക്കെ നമ്മളെ കൊതിപ്പിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പം മഴയുണ്ടാവാം, കാരണം ഉച്ച കഴിഞ്ഞ് തുലാമഴ പെയ്യുന്ന ഒരു സമയമാണ്. അപ്പം മഴയുടെ ഒരു സമയമായതുകൊണ്ട് തന്നെ ഏത് സമയവും മഴ പെയ്യാം. അപ്പം മഴ പെയ്താൽ പിന്നെ വീഡിയോ ഒക്കെ ക്യാമറയൊക്കെ എടുത്ത് നമ്മൾ മാറ്റേണ്ട ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം വെള്ളം കയറിയാൽ ക്യാമറ തകർന്നരിപ്പണമായി പോകും എന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം നമ്മുടെ ഈ ജനവാസ മേഖലകളൊക്കെ പിന്നിട്ടിട്ടുണ്ട്. വനത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെന്നാണ് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ഒരുപക്ഷെ കൊടും വനത്തിൽ കൂടെ തന്നെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. അപ്പോൾ വനത്തിലേക്കുള്ള യാത്ര കടന്നിരിക്കുകയാണ്. നമ്മുടെ ഇരു സൈഡിലും തെക്ക് ഫോറസ്റ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചുരം കയറാൻ പോവുകയാണ്, വനത്തിലെ ചുരം കയറാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്ര നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും കാഴ്ചകൾ കണ്ടാൽ മതി. നിങ്ങൾ കൂടുതൽ വർത്തമാനങ്ങളൊന്നുമില്ല. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി യാത്രയെ ആസ്വദിക്കാൻ പോവുകയാണ്.
അപ്പം നമുക്കേ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറ നമ്മളെ ചതിച്ചു. നമുക്ക് ബാക്കിയുള്ള ആ ചുരം റോഡ് കൃത്യമായിട്ടും എടുക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ വന്ന് ഇനി പെട്ടെന്ന് തന്നെ വന്ന് നമ്മൾ ഈ പത്തനംതിട്ടയിൽ നിന്ന് ശബരിമലയ്ക്കുള്ള റൂട്ടിലേക്ക് കടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേരമാണ് ക്യാമറ പരിശോധിച്ചപ്പം ക്യാമറ ഓഫായി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അടുത്തൊരു യാത്രയിൽ നമുക്ക് തീർച്ചയായും ബാക്കി കാഴ്ചകൾ നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മളിപ്പം വന്നിരിക്കുന്നത് നിലയ്ക്കൽ ഭാഗത്തേക്കാണ്. നിലയ്ക്കൽ പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. നല്ല രീതിയിലുള്ള ഒരു ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. നമ്മുടെ മുന്നിൽ വാഹനങ്ങൾ നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേ എന്തായാലും നമ്മൾ ഇവിടുന്ന് നമുക്കിനിയും തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ഈ യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വരും കാഴ്ചകൾ മനോഹരമായ വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കും. ഓക്കെ, ബൈ.